ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവ കൂട്ടക്കുരുതി തുടരുമ്പോൾ എന്തുകൊണ്ട് ഈ നിശബ്ദത? ഇസ്ലാമിക തീവ്രവാദി സംഘങ്ങളുടെ നേതൃത്വത്തിൽ നൈജീരിയയിൽ ക്രൈസ്തവ വംശഹത്യ രൂക്ഷമായി തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ നൈജീരിയയിലെ പ്ലേറ്റോയിൽ ഫുലാനി ഇസ്ലാമിക തീവ്രവാദികൾ 40ഓളം ക്രൈസ്തവരെ വംശഹത്യക്കിരയാക്കി. വീടാന്തരം കയറിയായിരുന്നു തീവ്രവാദികൾ ക്രൈസ്തവരെ കൊന്നൊടുക്കിയത്. ലോകത്ത് ഏറ്റവുമധികം ക്രൈസ്തവർ കൊല്ലപ്പെടുന്ന രാജ്യമാണ് ഇന്ന് നൈജീരിയ. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ, ബൊക്കോ ഹറാം, ഫുലാനി ഹെഡ്സ്മാൻ തീവ്രവാദികളാണ് രാജ്യത്തെ ക്രൈസ്തവരെ കൊന്നൊടുക്കുന്നത്. ലോകം മുഴുവൻ ഉറക്കത്തിലായിരിക്കുമ്പോൾ ക്രൈസ്തവ ഗ്രാമങ്ങളെ തിരഞ്ഞു പിടിച്ചു വരുന്നവർ, ഒന്നൊന്നായി തകർക്കപ്പെടുന്ന ക്രൈസ്തവ ഭവനങ്ങൾ, വാതിലുകൾ തകർത്ത് അകത്തുകയറി വൃദ്ധരെയും പ്രായപൂർത്തിയായവരെയും വെടിവെച്ചു കൊല്ലുന്നു. ആൺപെൺ വ്യത്യാസമില്ലാതെ കൊച്ചുകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നു. സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊല്ലുന്നു. ദേവാലയങ്ങളും ക്രൈസ്തവ സ്ഥാപനങ്ങളും നശിപ്പിക്കുന്നു. നൈജീരിയയിൽ ക്രൈസ്തവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള പൊതുചിത്രം ഇങ്ങനെയാണ്. ഈ വർഷം ജനുവരി 1 മുതൽ ജൂലൈ 18 വരെയുള്ള 200 ദിവസങ്ങൾക്കുള്ളിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ 3462 ക്രൈസ്തവർ ഇസ്ലാമിക തീവ്രവാദികളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വെളിപ്പെടുത്തലുമായി പുറത്തുവന്ന റിപ്പോർട്ട് ഞെട്ടിക്കുന്നതാണ്. 2010 മുതൽ നൈജീരിയയിലെ ക്രിസ്ത്യാനികൾക്ക് നേരിടേണ്ടി വരുന്ന മതപീഡനങ്ങളെക്കുറിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ദ ഇന്റർനാഷണൽ സിവിൽ ലിബർട്ടീസ് ആൻഡ് റൂൾ ഓഫ് ലോ ആണ് ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഒരു ദിവസം ശരാശരി 17 ക്രൈസ്തവരാണ് നൈജീരിയയിൽ കൊല്ലപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2021 ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിൽ മെയ് 11 പുറത്തുവിട്ട റിപ്പോർട്ടിൽ 1470 ക്രിസ്ത്യാനികളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ മെയ് 1 മുതൽ ജൂലൈ 18 വരെയുള്ള 80 ദിവസങ്ങൾക്കുള്ളിൽ കൊല്ലപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം 1992. ഈ 80 ദിവസങ്ങൾക്കുള്ളിൽ 780 ക്രിസ്ത്യാനികൾ തട്ടിക്കൊണ്ടുപോകലിന് ഇരയായപ്പോൾ ജനുവരി 1 മുതൽ ഏപ്രിൽ 30 വരെയുള്ള കാലയളവിൽ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ക്രിസ്ത്യാനികളുടെ എണ്ണം 2200 ആണ്. ഇത്തരത്തിൽ ഈ വർഷം ഇതുവരെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട ക്രൈസ്തവരുടെ എണ്ണം 3000 ആണ്. തട്ടിക്കൊണ്ടുപോകപ്പെട്ട ക്രിസ്ത്യാനികളിൽ 30 പേരിൽ 3 പേർ വീതം തടവിൽ വെച്ച് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. 2021 ജനുവരി മുതൽ ഇതുവരെ ആക്രമിക്കപ്പെടുകയോ അഗ്നിക്കിരയാക്കുകയോ ചെയ്യപ്പെട്ട ദേവാലയങ്ങളുടെ എണ്ണം 300 ആണ്. ഇതേ കാലയളവിൽ വൈദികരും പാസ്റ്റർമാരുമായി ചുരുങ്ങിയത് 10 പേർ തീവ്രവാദികളാൽ കൊല്ലപ്പെടുകയോ തട്ടിക്കൊണ്ടുപോകപ്പെടുകയോ ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്രയും ക്രൂരവും പൈശാചികവുമായ അതിക്രമങ്ങൾ നൈജീരിയയിൽ അരങ്ങേറിയിട്ടും എന്തുകൊണ്ടാണ് ആഗോള മാധ്യമങ്ങൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നത്? മനുഷ്യാവകാശ സംഘടനകൾ ശബ്ദമുയർത്താത്തത് ഇരകൾ ക്രൈസ്തവരായതുകൊണ്ടാണോ? നൈജീരിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ മതപീഡനം എന്നതിനേക്കാൾ വംശഹത്യ എന്നാണ് നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നത്. ക്രൈസ്തവരെ കൂട്ടത്തോടെ ഉന്മൂലനം ചെയ്യാനുള്ള സംഘടിത ശ്രമങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ ഈ വിലാപങ്ങൾക്ക് വേണ്ടതുപോലെ കാതുകൊടുക്കാൻ ഇന്നേ വരെ ആർക്കും സാധിച്ചിട്ടില്ല. ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ ഈ വിഷയത്തിൽ അടിയന്തരമായി പതിയേണ്ടിയിരിക്കുന്നു. നൈജീരിയയിൽ വിശ്വാസത്തിനു വേണ്ടി കൊല്ലപ്പെടുന്ന ക്രൈസ്തവർ നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. അവരെ നമുക്ക് പ്രാർത്ഥനയാൽ ചേർത്തു പിടിക്കാം. തോക്കോ വാളോ അല്ല, പ്രാർത്ഥനയാണ് ക്രൈസ്തവന്റെ ആയുധം. നമ്മുടെ പ്രാർത്ഥനകളിൽ, ജപമാലകളിൽ, വിശുദ്ധ കുർബാനകളിൽ, വിശുദ്ധരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളിലെല്ലാം നൈജീരിയയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടാകട്ടെ.